السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറമ്പ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ മാസക്കാലങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ കണ്ടു മരിക്കാൻ കാരുണ്യവാനായ പടച്ചുറപ്പ് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, നാം പെണ്ണ് പഠിക്കുന്ന ഹദീസ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മൻ യുദഅ ഇലൽ ജന്നതി അല്ലദീന യഹ്മദൂന അല്ലാഹ ഫിസ്സറാഇ വല്ലറാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അരുളി ചെയ്തു, സ്വർഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് ക്ഷണിക്കപ്പെടുന്നത് ക്ഷേമത്തിലും ക്ഷാമത്തിലും അള്ളാഹുവിനെ സ്തുതിച്ചവരെയാകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗത്തിൽ ആദ്യമായിട്ട് പ്രവേശിക്കുക ആരെയാണോ വിളിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിൻ്റെ ദുഃഖത്തിൻ്റെ സമയത്തും സന്തോഷത്തിൻ്റെ സമയത്തും അള്ളാഹുവിനെ സ്തുതിച്ചവർ, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിയവർ, അൽഹംദുലില്ലാഹ് പറഞ്ഞവർ, അവരെയാണ് സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് ക്ഷണിക്കപ്പെടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി عن أنس بن مالك رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم الله لا يرضى عن العبد أن يأكل الأكلة فيحمده عليها أو يشرب الشربة فيحمده عليها. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഉരുള കഴിക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും ഒരിറക്ക് വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന അടിമയെ അള്ളാഹു വളരെയധികം തൃപ്തിപ്പെടുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളം കുടിക്കുന്ന സമയത്താകട്ടെ, ഭക്ഷണം കഴിക്കുന്ന സമയത്താകട്ടെ, ആ സമയത്ത് പോലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ, അൽഹംദുലില്ലാഹ് പറയുന്നവർ, അങ്ങനെയുള്ളവരെ അള്ളാഹു വല്ലാതെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അധികം പേരും അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ മടിയുള്ളവരാ. ശുക്ർ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെയാണ്. എങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു എനിക്ക് ഭക്ഷണം തന്നല്ലോ, എനിക്ക് അള്ളാഹു പാനീയം തന്നല്ലോ, അള്ളാഹു എനിക്ക് ആരോഗ്യം തന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിയണം. ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാകില്ല, ദുഃഖവും ജീവിതത്തിൽ കടന്നു വരും. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖവും സന്തോഷവും എല്ലാം ഉണ്ടാകണമല്ലോ. അപ്പോൾ സന്തോഷത്തിൻ്റെ വേളയിൽ അൽഹംദുലില്ലാഹ് ഒരിക്കലും അള്ളാഹനെ മറന്നു പോകരുത്. ദുഃഖത്തിൻ്റെ വേളയിൽ രോഗങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ അതും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും വൽഖദിരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, ഈമാൻ കാര്യത്തിൽ പെട്ടതല്ലേ. അപ്പോൾ നന്മയും തിന്മയും ദുഃഖവും സന്തോഷവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് കടന്നു വരുന്നത്. നമുക്ക് അങ്ങനെ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദുഃഖം ഉണ്ടാകുമ്പോൾ ചിന്തിക്കണം, അല്ലാഹ് പടച്ചവന് ഒരുപാട് ആരോഗ്യമുണ്ടായിരുന്നല്ലോ, എനിക്കിപ്പം ചെറിയൊരു ബുദ്ധിമുട്ട്, ശരീരത്തിൻ്റെ വേദനകൾ, ചെറിയ പ്രയാസങ്ങൾ, ഇതല്ലേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നാം അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തണം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യഖൂലു സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു കകലിമതാനി ഇഹ്ദാഹുമാ ലൈസ ലഹാ നാഹിയത്തുൻ ദൂനൽ അർശി വൽ ഉഖ്റാ തംലഉ മാ ബൈന السماء والأرض لا إله إلا الله وهو الله أكبر. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന രണ്ട് വചനങ്ങൾ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന രണ്ട് വചനങ്ങൾ, ആദ്യത്തേത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനം അർശിൻ്റെ മുൻപ് എവിടെയും നിൽക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ വചനങ്ങൾ അർശിനു മുൻപ് എവിടെയും നിൽക്കുന്നതേയല്ല. രണ്ടാമത്തേത് ആകാശഭൂമികളുടെ ഇടയിലുള്ള ഭാഗത്തെ പ്രകാശമോ പ്രതിഫലമോ കൊണ്ട് നിറയ്ക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു
അക്ബർ. വലിയ പ്രതിഫലമാണ് ഈ ദിക്റിലൂടെ കിട്ടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത അത്രയും വണ്ണമായ പ്രതിഫലമാണ് ഈ 2 ദിക്റുകൾക്കുള്ളത് എന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അദ്കാറുകൾ അൽഹംദുലില്ലാഹ്, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാവുകൾ ദിക്റ് കൊണ്ട് നനയാൻ കഴിയണം, ശുക്റുകൾ ചെയ്യാൻ കഴിയണം. അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയ ഒരു ശുക്ർ അൽഹംദുലില്ലാഹ്, ഒരു നന്ദിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ അല്ലാഹു അക്ബർ, പറയുന്ന ദിക്റുകൾ ചുമ്മാതെ ലോക്ക്ഡൗണുമായി വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ പറയുന്നതിലൂടെ നമുക്ക് വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നു. ചുമ്മാതെ ഇങ്ങനെ ഇരുന്ന് സമയം പാഴാക്കി കളയലല്ലോ. അള്ളാഹു നാളെ ചോദിക്കുമല്ലോ, ഞാൻ നിനക്ക് തന്ന സമയം, ഞാൻ നിനക്ക് തന്ന ആയുസ് നീ എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ചുമ്മാതെ ഇരുന്ന് നിങ്ങൾ ദിക്റുകൾ പറയുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് തസ്ബീഹ് ഒരു കയ്യിലെടുത്ത് വെച്ച് നിങ്ങൾ തസ്ബീഹിയുടെ എണ്ണം പിടിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് എണ്ണം പിടിക്കുക. കാരണം ഇതെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ. ആ കൈ പോലും നാളെ സംസാരിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കുമ്പോൾ, പടച്ചവനെ ഞാൻ നിൻ്റെ ദിക്റുകൾ കഴിഞ്ഞുപോയി, സ്മരണയിൽ കഴിഞ്ഞുപോയി എന്ന് ആ ശരീരത്തിൻ്റെ അവയവമായ കൈ പോലും അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് വേണ്ടി നന്മയായി പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അമിതമായി നന്മകൾ ചെയ്യുക, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി ഈമാനോടുകൂടിയുള്ള ഒരു മരണം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു വർഷത്തിലേക്ക് നമ്മുടെ ക്ലാസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ പഠിക്കുന്ന അറിവുകൾ വെറുതെ കേട്ട് കളയാതെ ഈ പറയുന്ന നന്മകളുടെ ദിക്റാണെങ്കിൽ മതി. അൽഹംദുലില്ലാഹ്, 100 വട്ടം പറഞ്ഞില്ലെങ്കിലും ഒരു 10 പ്രാവശ്യമെങ്കിലും ഈ ദിക്റുകളും ദുആകളൊക്കെ നിങ്ങൾ പഠിക്കുകയും പറയുകയും ചെയ്യണം. അതിലൂടെ അൽഹംദുലില്ലാഹ് നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടുകയാണ്. അള്ളാഹു രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണമെന്ന വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.